ഹായ്, ഞാൻ സൈനുദ്ദീൻ ചെറുവാഷ്. നമ്മുടെ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന ആരോഗ്യ പ്രശ്നം ജീവിതശൈലി രോഗങ്ങളാണ്. ഇവ ആഹാരശീലങ്ങൾ, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ മൂലമുണ്ടാകുന്നതാണ്. അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം, വ്യായാമക്കുറവ് എന്നിവ മൂലമുണ്ടാകുന്ന പ്രമേഹം, കൊളസ്ട്രോൾ കൂടുതലുള്ള ഭക്ഷണം, വ്യായാമക്കുറവ് എന്നിവ മൂലമുണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ, അമിതമായി ഭക്ഷണം കഴിക്കൽ, വ്യായാമക്കുറവ് എന്നിവ മൂലമുണ്ടാകുന്ന അതിഭാരം, ഉപ്പ് അധികമുള്ള ഭക്ഷണം, മാനസിക സമ്മർദ്ദം എന്നിവ മൂലമുണ്ടാകുന്ന രക്തസമ്മർദ്ദം. ഇവ കൂടാതെ അനാരോഗ്യകരമായ ഭക്ഷണം കഴിക്കൽ, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, പുകവലി, മദ്യപാനം എന്നിവ മൂലമുണ്ടാകുന്ന ക്യാൻസർ എന്നിവയാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ. ഈ രോഗങ്ങൾ നമുക്ക് ജീവിതശീലങ്ങളാൽ നിയന്ത്രിക്കാവുന്നതാണ്. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നല്ല ആരോഗ്യശീലങ്ങൾ, നല്ല മാനസികാവസ്ഥ എന്നിവ പാലിച്ചു പോയാൽ ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് നയിക്കാവുന്നതാണ്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഹസൻ, സീനിയർ കൺസൾട്ടൻറ്റ് വിഷൻ ആശ്രമിംസ് കോട്ടക്കൽ. നമ്മുടെ ഈ കൊല്ലത്തെ ഡയബറ്റിസ് ഡേ ആഘോഷിച്ചത് ഡയബറ്റിസ് ആൻഡ് വെൽബീയിങ് എന്നുള്ളതാണ്. അപ്പം ഇതിനോടനുബന്ധിച്ച് 1-2 കാര്യങ്ങൾ നമ്മൾ പ്രദേശത്തുകാരോടുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാൻഡമിക്കായിട്ട് വരികയാണ്. അതായത് 14% അഡൽട്ട് ഗ്ലോബലി, അതായത് ഓൾ വേൾഡിൽ അഫക്റ്റ് ചെയ്യുന്നു. ഏതാണ്ട് അത്ര തന്നെയാണ് ഇന്ത്യൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും 13% വരെയാണ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കിയാൽ ഡയബറ്റിസ് ക്യാപിറ്റൽ ആയിട്ട് ഇന്ത്യയാണ് അപ്കമിങ് ആയിട്ട് വരുന്നത്, ഡയബറ്റീസിൻ്റെ ക്യാപിറ്റലായിട്ട്. അതിൽ കേരളം തന്നെ ഒട്ടും മോശമല്ല, കേരളം വളരെ കൂടുതലാണ്. അതിൽ മലപ്പുറം മുന്നിട്ട് നിൽക്കുന്നു. കാരണം നമ്മുടെ ഭക്ഷണരീതിയാണ് ഇതിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്, മെയിൻ ഭക്ഷണരീതി. അപ്പോൾ ഹൈ കാലറി ഫുഡാണ് നമ്മൾ പൊതുവെ മലപ്പുറത്ത് കൺസ്യൂം ചെയ്യുന്നത്. നമുക്ക് 3 നേരം കല്യാണം ഉണ്ടെങ്കിൽ 3 നേരം നമ്മൾ ബിരിയാണി കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അത് നിങ്ങൾ നിയന്ത്രിക്കണം. ഏറ്റവും പുതിയ ട്രെൻഡ് പ്രകാരം പ്രീ ഡയബറ്റീസും വളരെ കൂടുതലാണ്. ഡയബറ്റിൻ്റെ മുന്നത്തെ അവസ്ഥയിൽ നിന്ന് ഡയബറ്റീസിലോട്ട് പോകാൻ 1-2 വർഷം മാത്രം മതി. അതുപോലെ കുട്ടികളുടെ ഇടയിൽ ടൈപ്പ് 2 ഡയബറ്റീസ് കൂടി വരുന്നു. കുട്ടികളുടെ ഇടയിൽ സാധാരണ വരുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ഇപ്പോൾ അത് ടൈപ്പ് 2 ഡയബറ്റീസും കൂടുതലുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മളെ ഭക്ഷണരീതികളും അതുപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ 10 വയസ്സായ കുട്ടികൾ പോലും ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ടൈപ്പ് 2 ഡയബറ്റീസ് കൂടി വരുന്നു. അതുകൊണ്ട് വരും തലമുറ ഡയബറ്റീസിൻ്റെ പിടിയിലമർന്ന് ഒരു വലിയ ഗുരുതരമായ സൂചനയാണ് ഇത് നൽകുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ മാതൃകയാവണം. അങ്ങനെ ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക, ഹൈ കാലറി ഫുഡ് ഒഴിവാക്കുക, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക, പിന്നെ ബീഫ്, മട്ടൺ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാതെ ഭക്ഷണം ഉപയോഗിക്കുക. ഓയിലിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക. ഹോട്ടൽ ഭക്ഷണങ്ങൾ പരമാവധി റിപ്പീറ്റഡായിട്ട് ഫ്രൈ ചെയ്ത് ഒരേ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾക്കും വിനയാകും. അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങൾ വർജിക്കുക. സലാഡ്സ് ഭക്ഷിക്കുന്നത് ഒരു രീതിയായിട്ട് മാറണം. നാരുള്ള പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. മലബന്ധം കുറക്കാൻ, അതുപോലെ പ്രമേയം കുറക്കാൻ, കൊളസ്ട്രോൾ കുറക്കാനൊക്കെ. അതുകൊണ്ട് ഗ്രീൻ സലാഡ്സും നന്നായിട്ട് ഉപയോഗിക്കണം. അതുപോലെ ഫ്രൂട്ട്സ്, ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കിയിട്ട് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുത്തും കഴിക്കാവുന്നതാണ്. നമ്മളുടെ വ്യായാമമുറ കൂട്ടുക. ഡെയിലി ഒരു 40 മിനിറ്റെങ്കിലും എല്ലാ അഡൽട്ട് ആളുകളും ആഴ്ചയിൽ 5 ദിവസം വ്യായാമമുറ സ്വീകരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യായാമമുറ സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫുഡ് നിങ്ങൾ കാര്യമായി കൺട്രോൾ ചെയ്തിട്ടെങ്കിൽ, വ്യായാമം നിങ്ങളുടെ ഒരു ശീലമാക്കിയിട്ടില്ലെങ്കിൽ, നമ്മളും നമ്മളുടെ വരും തലമുറയും പ്രമേഹത്തിൻ്റെയും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസായ പ്രഷർ, പിന്നെ അതുപോലെ കിഡ്നിയുടെ അസുഖം, പുതിയ അസുഖമായ അതുപോലെ ഫാറ്റി ലിവർ ഡിസീസ്, ഇത്തരം രോഗത്തിൽ അമരുകയും ഇത് ഭാവിയിൽ വലിയ പ്രത്യാഘാതമുണ്ടാവുകയും ചെയ്യുന്നതാണ്.
അതുകൊണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട നിലമ്പൂർ പാർലമെൻറ്റ് അംഗം ശ്രീ അബ്ദുൽ വഹാബ് ചെയർമാനായി കൊണ്ടുള്ള നിലമ്പൂരിലെ PV's മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അമിതമായ പഞ്ചസാരയുടെയും എണ്ണയുടെയും ഉപയോഗം മൂലം സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി വിവിധ പരിപാടികൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി മലപ്പുറം കലക്ട്രേറ്റ് പരിസരത്ത് വെച്ച് MP-യുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ഭക്ഷണ കാര്യങ്ങളിൽ ഒഴിവാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരണം. നിർഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ലോകത്തിൽ ഇന്ത്യ ഡയബറ്റിക്സിൻ്റെയൊക്കെ ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം ഡയബറ്റിക്സും രോഗികളുള്ളത് കേരളത്തിലാണ്. കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്ത് ഇത്തരം രോഗികളുടെ എണ്ണവും മറ്റ് ഗുരുതരമായ രോഗവിശേഷങ്ങളുള്ളവരുടെ എണ്ണം കൂടുതലാണ്. ഇതെല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തീർച്ചയായിട്ടും നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനും കുറച്ചു കൊണ്ടുവരാനും പറ്റുന്നത് നമുക്ക് മെച്ചപ്പെട്ട മാനവവിഭവശേഷി വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് CBSE കരിക്കുലത്തിൽ മുന്നോട്ട് വെച്ച ഐഡിയ PV's മോഡൽ സ്കൂൾ മുമ്പോട്ട് നയിച്ചു എന്നുള്ളത് എടുത്ത് കാണിക്കുന്നു. മാതൃകാപരമായ ഒരു മാറ്റത്തിലൂടെ കൊണ്ടുവന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ കൊണ്ടുവന്നത് വളരെ സന്തോഷകരമാണ്. വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. നിലമ്പൂർ PV's മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. എണ്ണയിലും പഞ്ചസാരയിലും മുക്കിയ ഭക്ഷണ സംസ്കാരം വർത്തമാനകാലത്തെ അടയാളപ്പെടുത്തുമ്പോൾ അത് ഒരു ദുരന്തമായി മാറുന്നത് എങ്ങനെയെന്ന് PV's മോഡൽ സ്കൂൾ നിങ്ങൾക്ക് മുൻപിൽ ഒരു നേർക്കാഴ്ചയായി അവതരിപ്പിക്കുന്നു. നിന്റെ വല്യമ്മാന്റെ 70ാം പിറന്നാളിന് വേണ്ടി ഗംഭീര ഒരുക്കാണ് നടത്തിയിരിക്കുന്നത്. നിന്റെ യൂട്യൂബ് ചാനൽ പരിപാടി തത്സമയം ലോകം മുഴുവൻ നമ്മൾ കാണിക്കും. 70ാം പിറന്നാളിന് 70 തരം എണ്ണക്കടികൾ, 7 തരം പായസം, കളറാക്കും പരിപാടി. എവിടെ വാപ്പ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. നിങ്ങളെ മോനല്ലേ നാട്ടുകാര് മുഴുവൻ പറയണത് മൂപ്പരൊരു അന്യഗ്രഹ ജീവിയാണെന്നാ. എന്നും രാവിലെ വ്യായാമം, എണ്ണക്കടികൾ തിന്നൂല, പഞ്ചാര ഉപയോഗിക്കൂല, ബർഗറും പിസയൊക്കെ തിന്നുന്നവരോട് പുച്ഛം. അതുകൊണ്ട് ഇപ്പൊ എന്താ ഓനിപ്പ അന്നക്കാ ചെറുപ്പാ. ഓന്റെ പ്രായത്തിലുള്ളവർക്ക് ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള്, ക്യാൻസറും എന്നും വേണ്ട ഈ ദുനിയാവിലുള്ള രോഗങ്ങൾ മുഴുവണ്ട്. ഇതാ നോക്ക്, കണ്ടില്ലേ അന്റെ വാപ്പ 12 മണി പോലും ഓടി വരുന്നത്. ഉമ്മ, നിങ്ങൾ ഈ ചെക്കൻ പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കണ്ട. ആഘോഷം വേണ്ടാന്ന് നമ്മൾ പറയണില്ല. ഈ എണ്ണയെ പൊരിച്ചതും പഞ്ചാരയിട്ട് കുറുക്കിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ആവിയിൽ പുഴുങ്ങിയ അടയും തവിട് കളയാത്ത പുന്നല്ലരി കൊണ്ടുള്ള ചോറും വരുന്നവർക്ക് നമ്മൾ കൊടുത്തൂടെ അമ്മ. ചെമ്പാവ് പുന്നെല്ലിൻ ചോറ്, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. വാണ്ടൻ മാവിന്റെ കുളിര്, വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചപ്പ്. പഴംപുളിശ്ശേരി ചാറിൽ പിടിക്കുമ്പോൾ വഴുക്കണ മധുരമാം പഴം പോലെ വലയ്ക്കുന്നോളേ. വരിക്ക പൊൻചക്കേടെ മടല്
പറയണ സാധനങ്ങളൊന്നും പറ്റൂല. നിങ്ങൾ ഈ തിന്നണതും തീറ്റിപ്പിക്കുന്നതുമായ ഭക്ഷണങ്ങളെ പ്രത്യേകിച്ച് എണ്ണയും പഞ്ചാരയും ഉപയോഗിക്കുന്നുണ്ടല്ലോ മനുഷ്യനെ മാറാ രോഗങ്ങളിലേക്ക് എത്തിക്കും. എന്നാ ബാപ്പ പറയ്, പിന്നെ എന്തിരുത്ത് ഭക്ഷണം നമ്മള് കഴിക്കുക? ഇതൊരു ഫുഡ് പ്ലേറ്റ് ആണ്, കണ്ടല്ലോ. എണ്ണയും പഞ്ചാരയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഇതിനെ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലേറ്റ് ആക്കി അങ്ങനെ മാറ്റാം. പ്ലേറ്റിന്റെ പാതി പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് നിറയ്ക്കണം. മറ്റേ പാതിയില് ഒരു ഭാഗത്തെ ഇറച്ചിയും മീനും നട്ട്സും ഒക്കെ കൊണ്ടങ്ങോട്ട് നിറയ്ക്കാം. ബാക്കി വരുന്ന ചെറിയ ഭാഗത്ത് തവിട് നീക്കാത്ത ധാന്യങ്ങളും ചെറുപയർ പോലുള്ള പയർവർഗ്ഗങ്ങളും അങ്ങോട്ട് ഉപയോഗിക്കാം. കൊണ്ട് പോയിക്കോളി. പാഠം പഠിച്ചിടം കൂട്ടുകാരെ, പാഠം മറഞ്ഞു പറമറിഞ്ഞു, ആടുപെട്ടുണ്ണുന്ന കാലവും മാഞ്ഞുപോയി, മാനവക്കത്തെ മരത്തണൽ മാഞ്ഞുപോയി. നേരക്കിരുണ്ടു വരുന്ന നേരം, പാടത്തു തേക്കുപാട്ടൂർണകാലം, നല്ലതു നല്ല പോൽ നല്ല നിലങ്ങളിൽ നട്ടു നനച്ചു പുലർന്ന കാലം. പുക്കുത്തി പൂക്കുന്ന മുറ്റത്തു കറ്റമെതിച്ചുണർന്നു, നട്ടു നനച്ചൊരു നാരകം പുത്തു നിലാവു പുത്തു. പുസ്തകത്താളിലെ ചെമ്പരുന്താകാശത്തട്ടിനു താഴെ പറന്നു കണ്ടു, റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടു മാമാങ്ക വേല കണ്ടോ. കുട്ടികളെ, ഈ ശൈത്തമാരെ വലയില് നിങ്ങൾ പെടാതിരിക്കണെങ്കിലേ ഈ കുന്ത്രാണ്ട് വലിച്ചറിയണം. എന്നിട്ട് പോയാലും കുളിച്ചേ കളിച്ചേ എന്തെങ്കിലും ചെയ്തോളി. ഏഴാം കാലത്ത് കൂട്ടുകാരോടൊത്തൊരാറ്റിൻ കയത്തിൽ കുളിച്ചിറങ്ങി, കുട്ടിയും പോലും കിളിത്തട്ടു വട്ടു കളിച്ചുറഞ്ഞു. താരകരപ്പഴം കസ്തൂരി മാമ്പഴം കൈകൊണ്ടു, ഒപ്പം പുതിയ വലതു കണ്ടു. കണ്ടു കണ്ടങ്ങനെ നമ്മിരിക്കുന്നു നാം, കണ്ടില്ല നമ്മിലെ നമ്മെ മാത്രം. കണ്ടു കണ്ടങ്ങനെ അങ്ങിരിക്കുന്നു നാം, കണ്ടില്ല നമ്മിലെ നമ്മെ മാത്രം. പാഠം പഠിച്ചിടം കൂട്ടുകാരെ, ഒരു പാഠം പഠിക്കുന്ന കാലം വരെ. ഈ നന്മ സമൂഹങ്ങളിൽ എത്തിക്കുന്നതിന് നിങ്ങൾക്കും പങ്കാളികളാവാം. അതിന് നിങ്ങൾക്കറിയാവുന്ന വ്യക്തികൾക്കും അതുപോലെ ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.